അപ്പോൾ രാവിലെ ഞാൻ വെറുതെ ഞങ്ങളുടെ പൂമുഖത്തിരുന്നപ്പോൾ എന്നതാ ഒരു വലയുമായിട്ടൊരു ചേട്ടൻ്റെ അവിടെ നിൽക്കുന്നത്. അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് പട്ടിയെ പിടിക്കാനുള്ളതാണെന്ന്. അപ്പോൾ ഞാനും പുറകിന് പോയി. അപ്പോൾ ഇതാ 2-3 പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഈ വല കാണുമ്പോൾ എനിക്കൊന്ന് പട്ടികൾക്ക് അറിയാൻ തോന്നി ഇവരെ പിടിക്കാനാണ്. ഒരു 5-8 ചേട്ടന്മാരുണ്ടായിരുന്നു. പക്ഷേ 4 സൈഡിൽ നിന്നുകൊണ്ട് പക്ഷേ ആരെയും കിട്ടിയില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടിപ്പോയി. പിന്നെ അവരുടെ സേഫ്റ്റി അവർക്ക് നോക്കണമല്ലോ. എന്തായാലും ഇതാ ഒരു പട്ടിയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കും അടുത്ത് നിന്ന് വീഡിയോ എടുക്കാൻ പേടി, കാരണം ഇവർ ചിലപ്പം വെപ്രാളപ്പെട്ട് നമ്മുടെ അടുത്തോട്ട് ഓടി വന്നാൽ കടിക്കുമോ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ട് എന്തായാലും അങ്ങനെയുള്ള പ്രശ്നമൊന്നും പറ്റിയില്ല. പിന്നെ പൊതുവേ എനിക്കും പട്ടിയെ അത്ര പേടിയില്ല. അതുകൊണ്ട് എന്തായാലും ഇതാ അവർ വേറൊരാളെ വിളിക്കുന്നുണ്ട്, ഡോക്ടറാണെന്ന് തോന്നുന്നു. വന്ന് വന്ധീകരണത്തിനുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. പിന്നെ എന്തോ ഒരു സ്പ്രേയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഞങ്ങളുടെ ഈ ഏരിയയിലെന്ന് പറഞ്ഞാൽ ഒത്തിരി പട്ടികളുടെ ശല്യമാണ്. കാരണം നമുക്കൊക്കെ കുഞ്ഞു കുട്ടികളുള്ള, കാരണം അവരെ ഒന്ന് മനസ്സമാധാനത്തൊന്ന് പുറത്തോട്ട് നിർത്താൻ പോലും നമുക്ക് പേടിയാണ്. എൻ്റെ കുഞ്ഞിനാണെങ്കിൽ 3 വയസ്സാകുന്നതേ ഉള്ളൂ. അവനാണെങ്കിൽ എപ്പോഴും വെളിയിലാണ്. പക്ഷേ വെളിയിലാകുന്ന കഴിയുമ്പോൾ നമ്മുടെ നെഞ്ചിരിപ്പാണ്, അയ്യോ ഇനി പട്ടി വല്ലതും വരുമോ. എപ്പോഴും ഇതുപോലെ സവാരിയാണ് പട്ടി. അപ്പം എല്ലാ വീടുകളിലും ഇതായിരിക്കുമല്ലോ അവസ്ഥ. പട്ടികളെ എല്ലാവർക്കും പേടിയാണ്. പോകുന്നവരെല്ലാം ഇതാ കയ്യിലൊരു വടിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. കാരണം അത്രയ്ക്ക് ശല്യമാണ് പട്ടികളെ കൊണ്ട്. ഈ വന്ധീകരണമൊക്കെ എത്രത്തോളം സക്സസ് ആവുമെന്നും നമുക്കറിയത്തില്ല. പക്ഷേ എത്രയോ കുഞ്ഞുങ്ങളാണ് ഇപ്പം മരണപ്പെട്ടത് അല്ലേ. അപ്പോൾ പട്ടികളെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി നോക്കിയിട്ടാണല്ലോ പട്ടികളുടെ സേഫ്റ്റി നോക്കേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞാൽ പട്ടികൾ ഒരു ഏരിയ തിരിച്ചാണ് കിടക്കുന്നത്. അല്ല അങ്ങൊന്ന് ഇങ്ങി വരെ ഒരു 6-7 പട്ടികൾ ഇവിടുത്തെ കാവൽ കിടക്കും. പിന്നെ അങ്ങോട്ട് ആ വളവ് തിരിയെങ്കിൽ അവിടെയും കാണും ഒരു 6-7 പട്ടി. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷന് പോലും പോകാൻ പേടിയാണ്. എത്രയോ കുഞ്ഞുങ്ങൾ ഇവിടെ തന്നെ 1-2 കുട്ടികളെ ഇത് കടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ തന്നെയാണ് അവരെ പോയി പട്ടി എറിഞ്ഞ് ഓടിക്കാനും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ വേറൊരു പട്ടിയെ പിടിക്കുന്നതാണ്. ഈ പട്ടി വലയെല്ലാം കൂടെ കാണുമ്പോൾ പട്ടിക്ക് പേടിയാന്ന് തോന്നുന്നു. വരണ്ടതാ വേറൊരു വഴി കൂടെ ഓടുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട് എന്തിനാ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അതിലിടാണ്. അപ്പോൾ ആ ചേട്ടൻ അവിടെയും ചോദിക്കുന്നുണ്ട് കിട്ടിയോ എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ പട്ടിയും അവരിട്ട് ഇതാ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, സ്പ്രേ ഒക്കെ അടിച്ച് വിടുന്നുണ്ട്. പട്ടിക്കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്. കുഞ്ഞിലെ അത് നല്ല ക്യൂട്ടല്ലേ കാണാൻ. അപ്പോൾ ഇത് വളർന്നു കഴിഞ്ഞാൽ അവസ്ഥ നമുക്ക് പേടിയാണ്. അപ്പോൾ കുട്ടികളുള്ള വീടുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത്. ഇപ്പോൾ എത്ര കുട്ടികളാണ് മരണപ്പെട്ടത്, അവരുടെയൊക്കെ വീടുകളിലെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും. ഇനിയെങ്കിലും ആരും പട്ടിയുടെ കടിയേറ്റ് മരണപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.